നമസ്കാരം, ഹാപ്പി ഹോളിഡേസിലെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് 1.5 പവൻ തൊട്ട് 3 പവൻ വരെ വരുന്ന മാലകളാണ് കേട്ടോ. 3 പവൻ വരെ വരുന്ന 1.5 പവൻ തൊട്ട് 3 പവൻ വരെ വരുന്ന മാലകളാണ്. അപ്പം ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം. 6620 രൂപ ഇന്ന് 1 ഗ്രാം സ്വർണം വരുമ്പോൾ പഴയ ഗോൾഡ്, അതായത് നിങ്ങൾ വിൽക്കുവാൻ ഉദ്ദേശിക്കുന്ന ഗോൾഡ് എടുക്കുന്നത് 6390 വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പം മാക്സിമം അതായത് നമ്മുടെ ഇന്നത്തെ റേറ്റ് വെച്ച് നോക്കാനാണെങ്കിൽ ഒത്തിരി വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ആ തങ്കവിലയുടെ വേരിയേഷൻ അനുസരിച്ചാണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ഒരേ റേറ്റിലൊക്കെ എടുത്തുകൊണ്ടിരുന്ന ടൈമും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ എടുക്കുന്നത്. അപ്പം അക്ഷയ തൃതീയൊക്കെയാണ് വരുന്നത്. അപ്പോൾ അക്ഷയ തൃതീയക്ക് ഒത്തിരി ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്വർണ്ണ ചിട്ടി പോലെയുള്ള ചിട്ടികളൊക്കെ ഈ പറഞ്ഞ പോലെ 1000 രൂപയുടെ സ്വർണ്ണ ചിട്ടി ചേരുവാണെന്നുണ്ടെങ്കിൽ അത് പകുതി അടച്ചാൽ മതി, 500 രൂപ അടച്ചാൽ മതി. അത് കഴിഞ്ഞ കൊല്ലവും നമ്മൾ ഇത് ചിട്ടിയുടെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ഒത്തിരി പേർക്ക് അത് ഉപകാരപ്പെട്ടു. അപ്പം അങ്ങനെ ആവശ്യമുള്ളവർ വരിക. കഴിഞ്ഞ കൊല്ലത്ത് അക്ഷയ തൃതീയ ചേർന്നവരെല്ലാവരും ഇത്തവണ അക്ഷയ തൃതീയക്ക് ചിട്ടി എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് ചിട്ടി റിലീസ് ചെയ്ത് ആ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആ ചെയ്തതിൻ്റെ വീഡിയോയുടെ ഒരു ഫലമാണ് ഈ പ്രാവശ്യം അക്ഷയ തൃതീയക്ക് എല്ലാവർക്കും വരാൻ സാധിച്ചത്. അപ്പം ഇനി നിങ്ങൾക്ക് അടുത്ത കൊല്ലത്തെ അക്ഷയ തൃതീയക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ സ്വർണ്ണ ചിട്ടിയിൽ ചേരാവുന്നതാണ്. ചേരുവാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പകുതി അടച്ചാൽ മതി എന്നുള്ളതാണ് നമ്മുടെ ഒരു അതിൻ്റെ ഓഫർ എന്ന് പറയുന്നത്. അതായത് 1000 രൂപയുടെ ചിട്ടിയാണെങ്കിൽ 500 രൂപ അടച്ചാൽ മതി, 10,000-ൻ്റെ ചിട്ടിയാണെങ്കിൽ 5000 രൂപ അടച്ചാൽ മതി. അങ്ങനെയാണ് ഓഫർ ഇട്ടേക്കുന്നത്. അക്ഷയ തൃതീയ പ്രമാണിച്ചാണ് ഓഫർ. അപ്പം അത് വേഗം തന്നെ വരിക. അപ്പോൾ അതുപോലെ തന്നെ ഒത്തിരി സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ചെറിയ കുട്ടിമാരെ എടുക്കാൻ പറ്റുന്നവർക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ 56-28 ചടങ്ങൊക്കെ നമുക്ക് എന്തായാലും ഇനി ഒരു 2 മാസം 3 മാസം കഴിയുമ്പോഴൊക്കെ ആണെങ്കിലും ഉണ്ടാവും അല്ലേ, എന്തെങ്കിലും ആയിട്ടൊക്കെ ഒരു ചടങ്ങുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു കുറഞ്ഞതൊരു 1000-700 രൂപ 1000 രൂപയ്ക്ക് താഴെ എന്തെങ്കിലും ഒരു കുട്ടി മുതലാണെങ്കിലും വന്ന് എടുക്കാൻ ശ്രമിക്കാൻ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഓരോരുത്തരുടെ വീട്ടിലെ സാഹചര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയില്ല അല്ലേ. ഇപ്പോൾ ഓരോ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. പറ്റുമെന്നുണ്ടെങ്കിൽ വരാൻ നോക്കുക. അതുപോലെ ചെറിയ കുട്ടി മുതലാണെങ്കിലും വന്നെടുക്കാൻ നോക്കുക കേട്ടോ അക്ഷയ തൃതീയക്ക്. അപ്പം ഒത്തിരി സമ്മാനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിന്ന് നേരെ വീഡിയോയിലോട്ട് പോകാം. 1.5 പവൻ തൊട്ട് 3 പവൻ വരെ വരുന്ന മാലകൾ നമുക്ക് നോക്കാം. ഈ പറഞ്ഞ മാലകളൊക്കെ ഞാനിങ്ങനെ ചുമ്മാ വലിച്ചു വാരി ഇട്ടിരിക്കുവാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റ് കൃത്യമായിട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകത്തേ ഉള്ളൂ. കറക്റ്റായിട്ട് എനിക്ക് വെയിറ്റ് അറിയാൻ പറ്റില്ല. ഇത് 3 പവൻ്റെ സവിതം ചെയിൻ നോക്കിയേ, 3 പവനേ ഉള്ളൂ. നോക്കിയേ, 3 പവൻ്റെ സവിതം ചെയിനാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ വരുന്നതാണ് മുല്ലമുട്ട്. 2.5 പവൻ്റെ മുല്ലമുട്ടാണിത് ഈ കാണുന്നത് കേട്ടോ. 2.5 പവൻ്റെ മുല്ലമുട്ട്. 2.5 പവൻ്റെയും 3 പവൻ്റെയും മുല്ലമുട്ട് നോക്കിയാൽ തിരിച്ച് വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ. നോക്കിയാൽ 3 പവൻ്റെ മുല്ലമുട്ട്, 2.5 പവൻ്റെ മുല്ലമുട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല അല്ലേ. അപ്പം അത്രയും പൊലിമയിൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് താലിമാലയൊക്കെ ആയിട്ടും അതുപോലെ ഇപ്പം ഈ ചെറുക്കനിടാനുള്ള ഒരു 1.5 പവൻ്റെ മാലയൊക്കെ കൊടുക്കുന്നതിൻ്റെ കയറുമാലയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം കാണാനൊക്കെ നല്ല ഒരു ഭംഗിയുമാണ് കയറുമാല അല്ലേ. എല്ലാവർക്കും ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പറ്റും, കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ബോയ്സ് ചെയിൻ 24 ഗ്രാം, അതായത് 3 പവൻ്റെ ബോയ്സ് ചെയിനാണ്. ഇതിൻ്റെ തന്നെ നമുക്ക് 2.5 പവൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. 2.5 ഉണ്ട് ബോയ്സ്, ഓക്കെ. അതുപോലെ 1.5 ഉണ്ട്, ഗാംഗുലി ഉണ്ട്, ലോട്ടസ് ഉണ്ട്. പിന്നെ ഡോണൊക്കെ നോക്കിയേ, ഡോണ് ഈ കാണുന്ന ഡോണ് 1.5 പവനേ വരുന്നുള്ളൂ. കാണാൻ അത്യാവശ്യം നല്ല പൊലിമയുള്ള ഡോണാണ്. അതുപോലെ തന്നെ നമുക്ക് ജെൻസിനൊക്കെ ഇട്ട് കൊടുക്കാം, അതുപോലെ കല്യാണ ചെക്കനൊക്കെ ഇട്ട് കൊടുക്കാം അല്ലേ. നമുക്ക് ജെൻസിനും ലേഡീസിനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റമാണ്. താലിമാലയുടെ കാര്യത്തിലാണെങ്കിൽ ഓരോരുത്തർക്കും ഓരോ ടേസ്റ്റാണ്. ചിലർക്ക് പൊലിമ വേണം. ഇപ്പം ഇതിനകത്ത് പൊലിമ കുറഞ്ഞ ഐറ്റംസ് നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടില്ല. കാര്യം ഉള്ള സൗകര്യത്തിൽ ഞാനൊരു 3 ട്രേ എടുത്തു. ആ 3 ട്രേയിൽ കാണിക്കാവുന്ന രീതിയിലാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ വീഡിയോസ്. അപ്പം മാക്സിമം നിങ്ങൾ ഓരോ ദിവസവും നമ്മൾ വീഡിയോസ് ചെയ്യുന്നുണ്ട്. ചില ദിവസങ്ങളിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളും ഉണ്ട് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഓരോ തിരക്കും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റാൻ സാധിക്കാറില്ല. പക്ഷേ മാക്സിമം നിങ്ങൾ ഇതുവരെ നമ്മുടെ സപ്പോർട്ട് ചെയ്തതിനൊക്കെ വളരെയധികം നന്ദിയുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ സ്ഥലം മറക്കണ്ട കേട്ടോ. ചേർത്തല കാർത്തിയൻ അമ്പലത്തിന് തെക്കുവശം കാർ ടാക്സി സ്റ്റാൻഡിൻ്റെ ഓപ്പോസിറ്റാണ് നമ്മുടെ ജ്വല്ലറി വരുന്നത്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലാണ് നമ്മുടെ ഹാപ്പി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉള്ളത്. പിന്നെ ഒരു 7 കിലോമീറ്റർ മാറി, അതായത് അരീപ്പുറം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് നമ്മുടെ ജ്വല്ലറി ഉണ്ട്. കഴിഞ്ഞ മാസം ഒക്ടോബർ 25-ാം തീയതി സ്റ്റാർട്ട് ചെയ്തായിരുന്നു കേട്ടോ. ഒക്ടോബർ 25-ന് സ്റ്റാർട്ട് ചെയ്തതാണെങ്കിലും നമ്മൾ വലുതായിട്ട് അതിൻ്റെ ഒരു വീഡിയോസോ മറ്റു കാര്യങ്ങളോ ഒന്നും കാണിച്ചില്ല. കാണിക്കാൻ മറ്റൊന്നും കൊണ്ടല്ല, നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് കുറച്ച് ടൈം എടുക്കും അല്ലേ. എല്ലായിടത്തും ഞങ്ങളിവിടെ സത്യത്തിൽ ഞങ്ങൾ ഹാപ്പി ഗോൾഡ് ഇവിടെ തുടങ്ങിയ സമയത്തും ഞങ്ങൾ വളരെ സൈലൻ്റ് ആയിട്ട് നിന്നുകൊണ്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്.
അങ്ങനെ മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അത് വലിയൊരു സംഭവമായിട്ട് കാണിച്ചുകൊണ്ട് നാളെ നമുക്ക് എന്താവുമെന്നൊന്നും അറിയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. വളരെ സൈലൻ്റ് ആയിട്ടാണ് നമുക്ക് അവിടുത്തെ ഒരു വീഡിയോ ഒക്കെ നമുക്ക് ഒരു ദിവസം ചെയ്യാം. അപ്പം നമ്മുടെ പേര് പറക്കേണ്ട ഹാപ്പി ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ് നമ്മുടെ ജ്വല്ലറിയുടെ പേര് വരുന്നത്. മാക്സിമം വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ നോക്കുക. ഷെയർ ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും എല്ലാ ഞായറാഴ്ചയും 2 മണി 3 മണി ടൈമിനുള്ളിൽ നമ്മൾ ലൈവിൽ വരുന്നുണ്ട് കേട്ടോ. എല്ലാ ഞായറാഴ്ചയും വരുന്നുണ്ട്, ലൈവിൽ വരുന്നുണ്ട്. ആ ലൈവിൽ വന്നിട്ട് 3 മോതിരം സമ്മാനമായിട്ടും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ 3 മോതിരം സമ്മാനമായിട്ട് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മാക്സിമം നിങ്ങൾ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാൻ നോക്കണം കേട്ടോ. അപ്പം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ ബൈ.